ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MG ടൈം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റിയായ ചിക്കൻ റൈസ് ആണ്. ലഞ്ചിനും ഡിന്നറിനും അതേപോലെ ലഞ്ച് ബോക്സിനും ഒരേപോലെ പറ്റിയ ഈ കിടിലൻ ചിക്കൻ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ പീസാക്കിയാണ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി ഇതിനാവശ്യമായി ഉപ്പിട്ട് കൊടുക്കുക. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. റൈസിൽ വെള്ളം ഊറ്റിക്കളയുന്നത് കൊണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളമാണ് ഞാനിവിടെ വെള്ളം എടുത്തിരിക്കുന്നത്. ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് 3 ഏലക്ക ഇട്ട് കൊടുക്കാം, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു ബേ ലീഫ്, ഒരു പകുതി നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ഇനി റൈസിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. റൈസൊക്കെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്ത് റൈസൊക്കെ 90% ഒന്ന് വെന്ത് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കിന് റൈസ് ഒരു 90% വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഈ സമയമാകുമ്പോൾ നമുക്ക് റൈസിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് ഇതേപോലെയുള്ള ഒരു അരിപ്പയിലേക്ക് റൈസ് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് ഇതേപോലെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ റൈസ് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ചൂടായ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനൊക്കെ മീഡിയം ഫ്ലെയിമിൽ വേണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് പുറമെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം. അതുവരെ വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഒരുപാടകം ക്രിസ്പി ആക്കണ്ട. ഒരു സൈഡൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ചിക്കനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡും കൂടെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. എന്നാൽ ഒരുപാടങ്ങ് ക്രിസ്പിയുമല്ല, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ചിക്കൻ നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇനി മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ബട്ടറിന് പകരം നെയ്യാണേലും എടുക്കാവുന്നതാണ്. ഇനി ബട്ടറും നെയ്യും ഇല്ലെങ്കിൽ ഓയിൽ മാത്രമായിട്ടും എടുക്കാവുന്നതാണ്. ഇനി ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഏലക്കയുടെ തോട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം, 3 ഗ്രാമ്പു. ഇനി ഇത് ഒരു 30 സെക്കൻഡ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പമുള്ള 2 സവാള വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് നടുക കീറിയത് ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം, 1/4 കപ്പ് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ സോയാ സോസ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ റൈസ് നമുക്ക് പൊട്ടിപ്പോകാതെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി റൈസ് ഒന്നും ഉടഞ്ഞു പോകാതെ പതുക്കെ മെല്ലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ റൈസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്.
ഇഷ്ടമായെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുതേ. ലഞ്ച് ബോക്സിൽ കൊടുക്കാനും ഡിന്നറിനും ഒരേപോലെ പറ്റിയ ഈ രുചികരമായിട്ടുള്ള ഈ ചിക്കൻ റൈസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.